ഇന്ന് ഗോതമ്പിൻ്റെ ഒരു അപ്പം ഉണ്ടാക്കാം നമുക്ക്. അതിന് കുറച്ച് തേങ്ങ എടുക്കുക, അതിനകത്തേക്ക് ചുവന്നുള്ളി അരിഞ്ഞതിടുക, ഒരു നുള്ളു ഉപ്പിടുക. ഇത് കൈ കൊണ്ടൊന്ന് ഞരടി യോജിപ്പിക്കുക. ഇത് പഞ്ചസാര ചേർത്തിട്ടും പഞ്ചസാര ചേർക്കാതെ ഉണ്ടാക്കാം. ഞാൻ അതിനകത്ത് പഞ്ചസാര ചേർക്കുന്നുണ്ട്, അപ്പോൾ അതിനാവശ്യമുള്ള പഞ്ചസാരയും കൂടി ഇടാം. ഞാനൊരു 3 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം കൈ കൊണ്ട് ഞരടി ഒന്ന് യോജിപ്പിക്കുക. അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കൈ കൊണ്ട് ഞരടി യോജിപ്പിക്കുക ഒന്നും കൂടി, എല്ലാം കൂടിയിട്ട്. ഞരടി യോജിപ്പിച്ചതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചപ്പാത്തിയുടെ പാകമല്ല, അതിനേക്കാളും കുറച്ച് ലൂസായിട്ട് വേണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇത് ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയും ഉള്ളിയും തേങ്ങയും പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പുമായിട്ട് കുഴച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു കുറച്ച് നേരം വയ്ക്കുകയാണെങ്കിൽ ഒന്ന് കുതിർന്ന് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. ദോശക്കല്ല് ചൂടാക്കുക. അതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യൊന്നും തൂത്ത് കൊടുക്കാം നമുക്ക്. ഇനി കൈ ഒന്ന് നമ്മളൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഈ കുഴച്ച് വെച്ചേക്കണേന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ ദോശക്കലയിൽ കുറച്ച് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൈ ഒന്ന് ഇച്ചിരി വെള്ളത്തിൽ മുക്കിയിട്ട് ഇതിനകത്തുനിന്ന് ഒരു ഉരുള എടുത്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. കൈ കൊണ്ട് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. തീരെ കനം കുറച്ചല്ല, എന്നിട്ട് ഒരുപാട് കട്ടി കൂട്ടും ചെയ്യരുത്, വെന്ത് കിട്ടില്ല. ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് വേണമെങ്കിൽ ഒഴിവാക്കാം, എണ്ണ ചേർക്കാം, പക്ഷേ ഇതിന് ഏറ്റവും ടേസ്റ്റ് ബട്ടർ ചേർക്കുന്നതാണ്. ഇപ്പം ഗോതമ്പിൻ്റെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല രുചിയാണ് കഴിക്കാൻ. വൈകുന്നേരമോ വിശക്കുമ്പോഴൊക്കെ കഴിക്കാം.